നമസ്കാരം സർ. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കേരള അർബൻ പോളിസി കമ്മീഷൻ എന്ന് പറഞ്ഞ് പുതിയൊരു സംവിധാനം അവതരിപ്പിക്കുകയാണ്. കേരളത്തിലുള്ള മുഴുവൻ ജില്ലകളെയും ഓരോ രീതിയിലേക്ക് മാറ്റിയെടുക്കുക, ടെക് സിറ്റി, ഫാഷൻ സിറ്റി എന്നൊക്കെയുള്ള രീതികൾ. ഇതിനുള്ള ഒരു 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 എന്താ പറയാ, നമ്മളിപ്പോ ഇതിനുള്ള ഒരു വക ഇപ്പോ കേരളത്തിനുണ്ടോ? ഒരു കേട്ടാ ഞെട്ടുന്ന ഒരു പ്ലാനാണ് ശരിക്കും പറഞ്ഞാൽ കേരള ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 2047 ഇന്ത്യ എങ്ങനെ ആകുമെന്ന് പറഞ്ഞ് വിഭാവനം ചെയ്യണം, വികസിത് ഭാരത് എന്നൊക്കെ സങ്കല്പം കൊണ്ടുവരുന്നതായിട്ട് നമുക്കറിയാം. ഇതുപോലെ 2050 ആകുമ്പോഴത്തേക്ക് കേരളത്തിലെ 80% ജനങ്ങളും നഗരങ്ങളിൽ കേന്ദ്രീകൃതമാകും. കേരളം മുഴുവൻ വലിയ ഒരു നഗര ഹബ്ബുകളായി മാറും എന്നുള്ള ഒരു സങ്കല്പം. അത് സത്യം പറഞ്ഞാൽ കറക്റ്റാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ കേരളത്തിനെ വിഭാവനം ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സങ്കല്പം, ഈ നേരത്തെ പറഞ്ഞ കേരളാസ് അർബൻ പോളിസി കമ്മീഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ LDF ഗവൺമെൻറ് 2021 ആണെന്നാണ് എൻ്റെ ഓർമ്മ, കൊണ്ടുവന്ന ഒരു സങ്കല്പമാണ്. അവർ എന്തുകൊണ്ട് ഈ ഇലക്ഷൻ അടുത്ത് മാത്രം ഇത്തരം കാര്യങ്ങൾ റിലീസ് ചെയ്യുന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം LDFൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ്. ഈ ഇലക്ഷൻ എടുക്കുമ്പോഴാണ് ഇത്തരം പ്ലാനുകളൊക്കെ മുന്നോട്ട് വരിക. ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അത് തീരുകയും ചെയ്യും. അപ്പം അതങ്ങനെയാണ് പലതിൻ്റെയും ഇത്. അപ്പം എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഈ സിറ്റികളെ ബ്രാൻഡ് ചെയ്തിട്ട് അതിനെ ഒരു കോൺസെപ്റ്റുകളായിട്ട് ഡെവലപ്പ് ചെയ്യുക ഈ 2050 ആകുമ്പോഴേക്ക്. ഉദാഹരണത്തിന് കൊച്ചി ഓൾറെഡി അറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഒരു ഹൈടെക് നഗരമാണ്. അപ്പോൾ തൃശ്ശൂർ കൊച്ചിയോട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് തൃശ്ശൂരും കൊച്ചിയെയും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു ഫിൻടെക് ഹബ്ബ്. ഈ ഫിൻടെക് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലും ടെക്നോളജിയും കൂടെ ചേർന്ന പുതിയ ലേറ്റസ്റ്റ് കോൺസെപ്റ്റാണ് ഫിൻടെക് സംവിധാനങ്ങൾ. അതിന് പറ്റിയ ഒരു ഫിൻടെക് ഹബ്ബായിട്ട് വരിക. എന്തുകൊണ്ടാണ്? ഡിജിറ്റൽ ഫിനാൻസ്, ബാങ്കിങ് ഇന്നോവേഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റംസിനൊക്കെ ഉള്ള സംവിധാനമുള്ള ധാരാളം ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ തൃശ്ശൂരുണ്ട്. ടെക്നോളജിക്ക് കൊച്ചിയിൽ സംവിധാനമുണ്ട്. അതാണ് അതിൻ്റെ സങ്കല്പം. തൃശ്ശൂരിനെ ഒരു കൊച്ചിയെപ്പോലെ കൊച്ചിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരു ഫിൻടെക് ഹബ്ബായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂരിനെ ഒരു ഫാഷൻ സിറ്റിയായിട്ട്, കോഴിക്കോടിനെ ലിറ്ററേച്ചറിൻ്റെ നഗരമായിട്ട്, പാലക്കാടും കാസർഗോഡും സ്മാർട്ട് ഇൻഡസ്ട്രിയൽ ഹബ്ബുകളായിട്ട്, തിരുവനന്തപുരം, കൊല്ലം നോളജ് സെൻ്ററായിട്ട്, അതായത് റിസർച്ച്, സയൻസ്, എഡ്യൂക്കേഷൻ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന നോളജ് പാർക്ക് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു കോറിഡോറായിട്ട്, കണ്ണൂർ, കാസർഗോഡും തൃശ്ശൂരും എറണാകുളവും എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഹബ്ബുകളായിട്ട്. കേൾക്കാൻ വലിയ രസമാണ്. പക്ഷേ ഇത് പലപ്പോഴും എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ണൂർ എന്തുകൊണ്ടാണ് പറയാൻ കാര്യം, ഇടതിന് സ്വാധീനമുള്ളൊരു ഏരിയയാണ്. അവിടെ ധാരാളം ഹെറിറ്റേജ് ടെക്സ്റ്റൈൽ സംവിധാനങ്ങളുണ്ട്, പാരമ്പര്യ തുണി നെയ്ത്ത് വ്യാപാര സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിന് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സ്ഥലമായി, അല്ലെങ്കിൽ ഈ സ്ലോ ഫാഷൻ എക്സ്പോർട്ട്സ് എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ള ഒരു സാധനം. അതുപോലെ തന്നെ സ്ത്രീകൾ ധാരാളം എൻ്റർപ്രനേഴ്സ് ആയിട്ടുള്ള മൈക്രോ എൻ്റർപ്രൈസസ് ഉള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ. അപ്പോൾ ഇതിനെ കൂടെ ചേർത്ത് തന്നെ ഒരു ഫാഷൻ സിറ്റി ആയിട്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇപ്പം പ്രധാനം ഇതെന്തായിരിക്കും ഇപ്പോൾ കൊണ്ടുവരാൻ ഒരു പ്രധാന കാരണം? നമുക്കറിയാം 2025 ലോക്കൽ ബോഡി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പം എപ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ വളരെ ഒരു താല്പര്യം ജനിപ്പിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ പ്രപ്പോസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പണ്ട് തുടങ്ങി കേട്ടിട്ടുണ്ട്. സിൽവർ ലൈൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ഫോൺ കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ, സ്മാർട്ട് സിറ്റികൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രപ്പോസലുകളൊക്കെ പതുക്കെ PDF ഫയലുകളായി, കമ്പ്യൂട്ടറുകളിൽ ഉറങ്ങുന്ന PDF ഫയലുകളായിട്ടാണ് പൊതുവെ തീരാറ് എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഈ ഒരു വിഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പം ഒരു സാധാരണ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലായാലും ശരി, യുവജനങ്ങൾക്കിടയിലായാലും ശരി, വിദ്യാർത്ഥികൾക്കിടയിലായാലും വലിയ ആവേശം ഉണർത്തുന്ന ഒന്നാണ് അല്ലേ. 80% കേരളത്തിൻ്റെ 80% ആളുകളും നഗരങ്ങളിലായി മാറുമെന്നും നഗരപ്രദേശങ്ങളിലായിട്ടായിരിക്കും വസിക്കുക എന്നുള്ളതും അവിടെ നമുക്ക് വല്ലതൊക്കെ ചെയ്യാൻ സാധിക്കണമെന്നുള്ളതും ഒക്കെ പറയാൻ കൊള്ളാം. അതിനകത്ത് എന്തായാലും പ്രശ്നം വെച്ചാൽ അതൊരു ഡീസെൻട്രലൈസ്ഡ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ വികേന്ദ്രീകരണം കൃത്യമായി നടക്കുന്നതാണ്. അപ്പോൾ ഈ നമുക്ക് കണ്ണൂരിൻ്റെ ടെക്സ്റ്റൈൽ ഹിസ്റ്ററി നമുക്കറിയാം, കോഴിക്കോടിൻ്റെ ലിറ്ററസി അല്ലെങ്കിൽ ഒരു സാഹിത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എന്താണ് അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്നും കൂടി നമ്മൾ നോക്കണം.
ഈ കേരള ഗവൺമെൻറ്റിന് അന്നന്നത്തെ ചെലവിനുള്ള കാശ് കിട്ടാത്ത ഒരു അവസ്ഥയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് ശമ്പളം കൊടുക്കാൻ സാധ്യതയില്ല, ബില്ലുകൾ ഡിലേഡ് ആവുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ വളരെ മോശമാണ്, ഓരോ പ്രാവശ്യവും കടമെടുത്ത് ജീവിക്കുന്നു, ഓരോ പ്രാവശ്യവും കേന്ദ്രത്തിനടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് കൂടുതൽ കടമെടുക്കാനുള്ള അനുമതി തരണമെന്ന് പറയുന്നു. പക്ഷേ ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ഈ പറയുന്ന റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്, സാലറി കൊടുക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, ബോറോയിങ് അതായത് കടമെടുപ്പ് വളരെ കൂടുതലാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ ഇത്തരം സിറ്റികൾ വിഭാവനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം തന്നെ വളരെ പ്രശ്നമാണ്. ഡ്രെയിനേജ്, ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സിറ്റികളിലുള്ള ഈ വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ പ്രശ്നമാണ്, നമ്മുടെ സോളിഡ് വേസ്റ്റിൻ്റെ ഡിസ്പോസൽ പ്രശ്നമാണ്. ഇതൊക്കെ അതുപോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കേരളത്തിന് എങ്ങനെ ഇത്തരം സങ്കല്പങ്ങൾ വിഭാവന ചെയ്യാൻ പറ്റും? അപ്പോൾ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് മറ്റൊരു പ്രസക്തി കൂടിയുണ്ട്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് BJP ഒരു പുതിയ തന്ത്രം കൊണ്ടുവന്നിരിക്കുന്നത്, പുതിയ ഒരു ബ്രാൻഡ് കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇത്രയും നാൾ പറഞ്ഞിരുന്നത് പോലെയല്ല, ഇനി ഞങ്ങൾ പറയുകയല്ല, പ്രവർത്തിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു ടെക് എൻ്റർപ്രണർ ആയിരുന്ന ഒരാൾ ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതുപോലെ എഴുത്തുകളിലോ കമ്പ്യൂട്ടറിലോ ഫയലുകളിലോ ഉറങ്ങുന്ന ഒരു വികസനമല്ല ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് സ്മാർട്ട് സിറ്റിയുമായിട്ടുള്ള സ്മാർട്ട് സിറ്റി മിഷൻ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ, PM പ്രഗതി ശക്തി, ഇങ്ങനെയുള്ള സംവിധാനങ്ങളുമായിട്ട് ചേർന്ന് കേരളത്തിനെ ബന്ധിപ്പിച്ച് കേരളത്തിൻ്റെ വികസനം കൊണ്ടുവരും എന്ന് പറയുന്നതിനെ തടുക്കാനാണോ ഇത്തരം ഒരു സംവിധാനം ഒരുപക്ഷെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന? പ്രത്യേക ഇലക്ഷൻ വരികയാണ്. അടുത്ത ഈ രാജീവ് ചന്ദ്രശേഖരോട് ശരിക്കും ഇടതുപക്ഷം ഏറ്റുമുട്ടാൻ പോകുന്നത് ഈ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിനാണ്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോട് കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്. കാര്യം പറഞ്ഞാൽ കാശ് വരണമെങ്കിൽ അത് കേന്ദ്രം തന്നെ വിചാരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള പദ്ധതികൾ വിശ്വാസയോഗ്യമായ കേന്ദ്രവുമായിട്ട് റാപ്പോ ഉള്ള ഒരു സംവിധാനം കൊണ്ടുവരണം. അത് രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്ന് ഒരു പക്ഷേ കേരളത്തിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും വോട്ടിംഗ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള, അതായത് ചെറുപ്പക്കാരായിട്ടുള്ള വോട്ടേഴ്സും വിചാരിക്കാൻ സാധ്യതയുണ്ട്, വിശ്വസിക്കാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായി തിരിച്ചറിയുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം. ഈ CPM-നെ പോലെ ജനത്തിൻ്റെ സൈക്കോളജി പഠിച്ചിട്ടുള്ള, തിരിച്ചറിഞ്ഞിട്ടുള്ള മറ്റൊരു പാർട്ടി കേരളത്തിലെന്നല്ല ലോകത്തുണ്ടോ എന്ന് വലിയ സംശയമാണ്. കാരണം അവർക്ക് അത്രയ്ക്ക് ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് കണക്ടിവിറ്റി ഉണ്ട്. സാധാരണ ജനങ്ങൾക്കിടയിലുള്ള വിവരങ്ങൾ കൃത്യമായി അറിയുന്ന ഒരു പാർട്ടിയാണ്. അപ്പം അത് മുന്നിൽ കണ്ടാണ് ഇത്തരം ഒരു സംവിധാനം വരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ, ഇവർ പറയുന്ന പ്രപ്പോസലിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുണ്ടോ, പൈസയുണ്ടോ? ഇപ്പം ഞാൻ തന്നെ വേറൊരു കാര്യം ആലോചിക്കും, കുറച്ചും കൂടെ അതായിരിക്കും. ഇത് BJP ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, ജനങ്ങൾക്ക് മുന്നിലോട്ടാണല്ലോ വയ്ക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്. അപ്പം ജനം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണ്ടത്? ഇതിനുള്ള ഇപ്പം BJP പറഞ്ഞതായാലും ശരി, അല്ലെങ്കിൽ ഇടതുപക്ഷം പറയുന്നതായാലും ശരി, കോൺഗ്രസ് പറയുന്നതായാലും ശരി, ഇവർ പറയുന്നതിന് ഇവരെന്തെങ്കിലും ഒരു കോൺക്രീറ്റ് പ്ലാൻ ഉണ്ടോ എന്നവർ ചിന്തിക്കണം, അല്ലെങ്കിൽ ചിന്തിക്കണം. അതൊരു ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടോ, അതോ ഇത് വെറുതെ കമ്പ്യൂട്ടറിലുള്ള കോൺസെപ്റ്റ് നോട്ട്സ് ആണോ? ഒരു രൂപ പോലും ചെലവാക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ലാതെ നമ്മളൊരു വിഷ്ഫുൾ തിങ്കിങ് എന്ന് പറയും അല്ലേ, നമ്മൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊരു സങ്കല്പം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇതാണ് ഒരു സാധാരണ ജനം ചിന്തിക്കേണ്ടത്. അതായത് ഇവർ പറയുന്നത്, ഇപ്പം എനിക്ക് എന്ത് സ്വപ്നങ്ങൾ വേണമെങ്കിലും ആളുകൾക്ക് വിൽക്കാൻ പറ്റും, പക്ഷെ അത് നടത്തിയെടുക്കാനുള്ള കഴിവ് 5 വർഷം കൊണ്ട് നടത്തിയെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് വോട്ട് ചെയ്യാൻ പോകേണ്ട ജനം ചിന്തിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇതിനൊരു ടൈം ലൈൻ ഉണ്ടോ? എന്ത് എക്സാക്ട്ലി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയും. ഒരു പ്രോജക്റ്റ് ടൈം ലൈൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി മെക്കാനിസം ഉണ്ടോ? അതായത് ആര് ഇത് നടപ്പിലാക്കും, എപ്പോൾ നടപ്പിലാക്കും, എങ്ങനെയായിരിക്കും ആ നടപ്പിലാക്കിയെന്ന് നമുക്ക് മനസ്സിലാകുക. ഇത് ഈ നമ്മൾ പറയും സക്സസ് ഷുഡ് ഓൾവേസ് ബി മെഷറബിൾ. അതായത് നമ്മുടെ വിജയം നമുക്ക് അളക്കാൻ പറ്റുന്ന വിജയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ആര് നടത്തും, എപ്പോൾ നടത്തും, എങ്ങനെ നടത്തും, അതിനുള്ള കാശ് എവിടെ നിന്ന് വരും, അത് നടന്നു എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവും? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇനി
നമ്മളിപ്പോൾ തൃശ്ശൂരിനെ പറ്റി പറയുന്നു, നമ്മൾ കണ്ണൂരിനെ പറ്റി പറയുന്നു, കോഴിക്കോടിനെ പറ്റി പറയുന്നു. ഇത്തരം ഒരു വലിയ സംരംഭങ്ങൾക്ക് വേണ്ടി ആ സിറ്റിയിലുള്ള അടിസ്ഥാന സൗകര്യം ഇപ്പോഴുണ്ടോ? ആ മുനിസിപ്പാലിറ്റിക്ക് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഇതിനെ താങ്ങാനാകുമോ? അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അവരെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാനാകും? അതിന് പ്രോജക്റ്റുകൾ വേണ്ടേ, അല്ലേ? അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ, റോഡുകൾ വേണ്ടേ, അല്ലെങ്കിൽ അതിനുള്ള ബാക്കി സംവിധാനങ്ങൾ വേണ്ടേ? ഇതൊന്നും ഇല്ലാതെ 2050 കുറിച്ച് ചുമ്മാ ഒരു സ്വപ്നം നെയ്ത് ജനങ്ങൾക്ക് വിറ്റിട്ട് എന്ത് കാര്യം എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ ട്രാഫിക്കിനെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു, ഡ്രെയിനേജിനെ കുറിച്ച് എന്ത് പറയുന്നു, നമ്മുടെ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് എങ്ങനെ പറയുന്നു, നമ്മുടെ അടിസ്ഥാന നമ്മുടെ ഹൗസിംഗ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പം ഇതൊക്കെ തന്നെയാണോ നമുക്ക് വേണ്ടത്? അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനമാണ്. അടിസ്ഥാനപരമായി ഈ സ്വപ്നങ്ങളാണോ നമുക്ക് വേണ്ടത്, അതോ ഇപ്പോഴത്തെ സംവിധാനത്തിൽ നമുക്ക് എന്താണ് അടുത്ത 5 വർഷത്തേക്ക് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇപ്പം നമ്മൾ എന്തുകൊണ്ട് അത് കഴിഞ്ഞ ഈ ഭരിച്ചിരുന്നവർ അത് ചെയ്തില്ല? ഇതൊക്കെയാണ് ഒരുപക്ഷെ സാധാരണ ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ജനങ്ങളുമായിട്ട് ഇത്തരം സങ്കല്പങ്ങൾ പങ്കുവയ്ക്കാൻ മാത്രം പറ്റുള്ളൂ. ഇത് ഇപ്പോൾ ഇടതുപക്ഷം വന്ന് ഇങ്ങനെ പറയുന്നു, BJP വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. ഇതൊക്കെ എങ്ങനെ വിലയിരുത്തണമെന്ന് നമുക്ക് ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ മാത്രമാണ് നമുക്ക് ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തുന്ന നമുക്ക് ചെയ്യാനാകുന്ന ഏറ്റവും നല്ല കാര്യം. ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് ഒരു കാര്യങ്ങളെ അസസ് ചെയ്യുക. അല്ല നാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ടോ, കമ്പ്യൂട്ടറിൽ ഒരു PDF ഫയൽ ഉണ്ടായതുകൊണ്ടോ, കമ്പ്യൂട്ടറിനകത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ടോ, സ്വപ്നങ്ങൾ ഉണ്ടായതുകൊണ്ടോ ഒന്നും രാജ്യമോ നമ്മുടെ സംസ്ഥാനമോ നമ്മുടെ എന്താ പറയുക ജില്ലകളോ സിറ്റികളോ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ജാഗരൂകരായിരിക്കണം. എന്താണ് ഇവർ പറയുന്നത്, എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്, എപ്പം നടപ്പിലാക്കും, അതിന് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഇതാണ് ഇവർ പറയുമ്പോൾ അതവരോട് ചോദിക്കേണ്ട കാര്യം. അപ്പോൾ ഇതേക്കുറിച്ച് ഈ പുതിയ സ്വപ്നത്തെക്കുറിച്ച് പറയുവാനുള്ളത് അതാണ്. വ്യക്തമാണ് സാർ. കേരള അർബൻ പോളിസി കമ്മീഷൻ എന്നൊരു പുതിയ സംവിധാനം സർക്കാർ നമ്മുടെ ജില്ലകളിൽ നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നതാണ് കണ്ടറിയേണ്ടത്. താങ്ക് യു സോ മച്ച്.